الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين لا يرجون لقاءنا ورضوا بالحياة الدنيا واطمأنوا بها والذين هم عن آياتنا غافلون أولئك مأواهم النار بما كانوا يكسبون സഹോദരന്മാരെ, സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. റഹ്മാനായ റബ്ബ് നാം ഏവരെയും മുത്തഖികളായി ജീവിക്കുവാനും മരണപ്പെടുവാനും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 10-ാം അധ്യായം യൂനുസിലെ 2 വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. 7-ാമത്തെയും 8-ാമത്തെയും വചനങ്ങൾ. ഇന്നല്ലദീന ലാ യർജൂന ലിഖാഅന, നമ്മളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്തവർ, പ്രതീക്ഷിക്കാത്തവർ, കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്തവർ, വറദൂ ബിൽ ഹയാത്തി ദുനിയ, ഐഹിക ജീവിതം കൊണ്ട് സംതൃപ്തി അടയുകയും ചെയ്യുന്നവർ, വതുമഅന്നൂ ബിഹ, അതിൽ സമാധാനമടയുകയും ചെയ്യുന്നവർ, വല്ലദീന ഹും അൻ ആയാതിനാ ഗാഫിലൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ നിന്ന് അശ്രദ്ധരായി ജീവിക്കുകയും ചെയ്യുന്നവരാരോ അവർ, ഉലൈക മഅവാഹുമുൻ നാറു ബിമാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു കൂട്ടിയത് നിമിത്തം അവരുടെ സങ്കേതം നരകമാകുന്നു എന്നാണ് ഈ വചനങ്ങളുടെ സാരം. ഇതിൽ ആദ്യം പറഞ്ഞ ഒരു വാചകമുണ്ട്, നമ്മുടെ ലിഖാഇനെ ആഗ്രഹിക്കാത്തവർ. ഒരു വിശ്വാസിയുടെ ആത്യന്തിക ലക്ഷ്യം സ്വർഗം കരസ്ഥമാക്കുക, ഒപ്പം അള്ളാഹുവിന്റെ ലിഖാഉമാണ്. ആ ലിഖാഅ് ആഗ്രഹിക്കാത്ത വിശ്വാസികൾ ആരും ഉണ്ടാവില്ല. ജനിച്ചു വീണ സന്ദർഭം മുതൽ കേൾക്കുന്ന ഒരു ശബ്ദമാണ് അള്ളാഹു. ഈ മരണവേളയിൽ അവസാനം അള്ളാഹു തൗഫീഖ് നൽകുമെങ്കിൽ അത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് വിട പറയുവാനിരിക്കുന്നത്. ആ അള്ളാഹുവിന്റെ മുമ്പിലേക്കാണ്
വീണ്ടും ചെന്നെത്തുന്നത് എന്ന് വിശ്വസിക്കുന്നവർ. അങ്ങനെ ചെന്നെത്തുമ്പോൾ ആ സർവശക്തനെ ഒന്ന് കാണാൻ കൊതിക്കാത്ത വിശ്വാസികൾ ആരും ഉണ്ടാവില്ല. ആ ലിഖാ ഉണ്ട് എന്നുള്ളത് വിശുദ്ധ ഖുർആനിലൂടെയും പ്രവാചകന്റെ അധ്യാപനങ്ങളിലൂടെയും വ്യക്തമാക്കപ്പെട്ട കാര്യങ്ങളുമാണ്. അതിന് എന്ത് വേണം എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്നു. അത് ഉൾക്കൊള്ളാതെ ജീവിക്കുന്ന സ്വഭാവം ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചാണ് ഈ പ്രയോഗങ്ങൾ മുഴുവനും എന്ന് നാം മനസ്സിലാക്കുക. അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലെ ഏറ്റവും അവസാനത്തെ 3-4 വാക്കുകളിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹൻ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ഇതേ ചെയ്യേണ്ടു. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് ആഗ്രഹിക്കുന്നവർ, അതിനെ പ്രതീക്ഷിക്കുന്നവർ എന്ത് ചെയ്യണം? ഫൽയഅമൽ അമലൻ സാലിഹൻ, നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ, അമലു സാലിഹ് ചെയ്യണം, പ്രവർത്തിക്കണം. വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ, തന്റെ രക്ഷിതാവിന് ചെയ്യുന്ന ഇബാദത്തിനോടൊപ്പം, ആരാധനയ്ക്കൊപ്പം മറ്റാരെയും പങ്കുചേർക്കുകയും ചെയ്യാതിരിക്കണം. കുറ്റമറ്റ കറകളഞ്ഞ സംശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹുവിലുള്ള വിശ്വാസവും അതനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളും അതാണ് അള്ളാഹുവിന്റെ ലിഖാ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് എന്നവിടെ പറഞ്ഞു തരുന്നു. എന്തുകൊണ്ടെന്നാൽ കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരലോകത്തെ ജയവും പരാജയവും നിർണയിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി പല സ്ഥലങ്ങളിലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വൽ വസ്നു യൗമഇദിനിൽ ഹഖ് ഫമൻ സഖലത് മവാസീനുഹു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ വമൻ ഖഫ്ഫത് മവാസീനുഹു ഫഉലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ. 7-ാം അധ്യായം അഅറാഫിലെ 8-9 വചനങ്ങളാണ്. വൽ വസ്നു, കർമ്മങ്ങൾ തൂക്കി കണക്കാക്കപ്പെടുക എന്നത് യൗമഇദിൻ, പരലോകത്ത്, അന്നേ ദിവസം, അൽ ഹഖ്, ഒരു സംശയവും വേണ്ട, അത് ഹഖാണ്, യാഥാർത്ഥ്യമാണ്, സത്യമാണ്, ഖുർആനാണ് പറയുന്നത്. അന്ന് ഫമൻ സഖലത് മവാസീനുഹു, ആരുടെ സൽക്കർമ്മങ്ങളുടെ തൂക്കം ഖനം തൂങ്ങുന്നുവോ, ഫൗലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ മാത്രമായിരിക്കും വിജയികൾ. വമൻ ഖഫ്ഫത് മവാസീനുഹു, അന്ന് ആരുടെ സൽക്കർമ്മങ്ങളുടെ ഖനം കുറയുന്നുവോ, ഫൗലൈക അല്ലദീന ഖസിറൂ അൻഫുസഹും, അവർ തന്നെയാണ് ആത്മനഷ്ടം നേടിയെടുക്കുന്നവർ. ബിമാ കാനൂ ബിആയാതിനാ യദ്ലിമൂൻ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളോട് അന്യായം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് എന്ന് പറയും. പിന്നെ വളരെ പരിചിതമായ, നമ്മളൊക്കെ സാധാരണ ഏതൊരു സാധാരണക്കാരനും അറിയാവുന്ന സൂറത്തുൽ ഖാരിഅയുടെ അവസാനത്തിൽ നമ്മൾ ഓതുന്ന 2 വചനങ്ങളുണ്ട്. ഓതുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഓതുക. ഫഅമ്മാ മൻ സഖലത് മവാസീനുഹു ഫഹുവ ഫീ ഈശത്തിർ റാദിയ വഅമ്മാ മൻ ഖഫ്ഫത് മവാസീനുഹു ഫഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. അർത്ഥം പോലും പറയേണ്ട ആവശ്യമില്ല, വളരെ പരിചിതമാണ്. അവിടെ ഞാൻ സൂചിപ്പിച്ചത് ഇതാണ്: സൽക്കർമ്മങ്ങളുടെ ഘനം ആർക്ക് തോന്നുന്നുവോ അവർ സംതൃപ്തിയുള്ള ജീവിതത്തിലായിരിക്കും. അന്ന് സൽക്കർമ്മങ്ങളുടെ തൂക്കം ആർക്ക് കുറയുന്നുവോ അവൻ ഹാവിയയിലായിരിക്കും. എന്താണ് ഹാവിയ? നാറുൻ ഹാമിയ, ചൂട് കഠിനമായ നരകം. റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഇതാണ് ഈ അവസ്ഥ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഏത് സൽക്കർമ്മവും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിലും അതിന് ഈ പറഞ്ഞതുപോലുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, അള്ളാഹുവിൽ കൃത്യമായി വിശ്വസിച്ച് യാതൊരു വൈകല്യവുമില്ലാത്ത വിശ്വാസമായിരിക്കണം. അങ്ങനെ വിശ്വസിച്ച് അള്ളാഹുവിന്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഒന്ന്. ശുദ്ധമറ്റ, കറയറ്റ,
കളങ്കമില്ലാത്ത സംശുദ്ധമായ ഇഖ്ലാസാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. രണ്ടാമത്തത്, താൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തനിക്ക് തോന്നുന്നതോ നല്ലതെന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ നേതാക്കളോ സംഘടനകളോ നല്ലതെന്ന് പറയുന്നതോ ശൈഖന്മാരും ഗുരുനാഥന്മാരും ഉത്തമമാണെന്ന് പറയുന്നതോ ആയ കാര്യങ്ങളല്ല നല്ലതായി കണക്കാക്കേണ്ടത്. പിന്നെയോ അത് നല്ലതാകണമെങ്കിൽ ആ കർമ്മം അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം, പ്രവാചകൻ ചെയ്ത് മാതൃക കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ ഘടകങ്ങൾ കൂടിച്ചേരുമ്പോൾ മാത്രമേ ഒരു സൽക്കർമ്മം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുകയുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ കരുതുന്നതും വിശ്വസിക്കുന്നതും ചെയ്യുന്നതും ഒക്കെ നല്ല കാര്യമല്ലേ ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യല. അങ്ങനെ ചെയ്യുന്നവർ ജാഗ്രതയോടെ ശ്രദ്ധിക്കേണ്ട സൂറത്തുൽ കഹ്ഫിലെ 103, 104, 105 വചനങ്ങൾ. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്യുന്നതാണല്ലോ നമ്മളൊക്കെ. അതിൽ പറയുന്നത് ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ ഉലൈക അല്ലദീന കഫറൂ ബിആയാതി റബ്ബിഹിം വലിഖാഇഹി ഫഹബിതത് അഅമാലുഹും ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. വെറുതെ ആയി പോകുമെന്ന, ചെയ്യുന്നതൊക്കെ നല്ലതാണെന്നാണ് വിചാരിക്കുന്നത്, നന്നാക്കി ചെയ്യുന്നതാണെന്നാണ് കരുതുന്നത്. പക്ഷേ അവസാനം അള്ളാഹുവിന്റെ അടുക്കലെത്തുമ്പോൾ അതിന്റെ അർത്ഥം മാത്രം ഞാനെന്ന് പറയാം. ഫലാ നുഖീമു ലഹും യൗമൽ ഖിയാമത്തി വസ്നാ. ഖിയാമത്ത് നാളിൽ അതിന് ഒരു സ്ഥാനവും നാം കൽപ്പിക്കുകയില്ല. കാരണം എന്തേ? അള്ളാഹുവിന്റെ അല്ലെങ്കിൽ പ്രവാചകന്റെ അധ്യാപനങ്ങളുടെ പിൻബലമില്ലാത്ത കാര്യങ്ങളാണ് നല്ലത് എന്ന് പറഞ്ഞ് ഒരുപാട് ചെയ്തു കൂട്ടിയത്. പക്ഷെ അത് അവിടെ സ്വീകരിക്കപ്പെടില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ജീവിതത്തിൽ ഏതെല്ലാം സന്ദർഭങ്ങളിൽ എന്തെല്ലാം നന്മകൾ ചെയ്യാൻ കഴിയുമോ അത് ചെയ്യുക. അവിടെയാണ് നമ്മുടെ പരലോകത്തെ വിജയവും പരാജയവും നിലകൊള്ളുന്നത് എന്ന് ഓർക്കുക. അങ്ങനെയുള്ള നാളുകളിലും നാളുകളിലേക്കും നാം കടന്നു വരികയാണ് എന്ന് സൂചിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. എപ്പോഴും ഒരു വിശ്വാസി സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവനായിരിക്കണം, സദാചാര നിഷ്ഠയുള്ളവനായിരിക്കണം. എന്നാൽ അതുമായി ബന്ധപ്പെട്ട് ചില സന്ദർഭങ്ങളിൽ അതിന് ചില പ്രത്യേകതകളും സവിശേഷതകളും കാര്യങ്ങളുമൊക്കെ നമ്മൾ ഉണർത്തുന്നുണ്ടാകും. അങ്ങനെയുള്ള ഒരു മാസത്തിലാണ് ഇപ്പോൾ നാം ഉള്ളത്. ശഅബാൻ മാസം ഇന്ന് ഏതാണ്ട് 8 ഓളമായി. അപ്പം ശഅബാൻ മാസത്തിൽ നാം പ്രവേശിച്ചു കഴിഞ്ഞു. ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതകളെയും സവിശേഷതകളെയും വിവരിക്കുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. ആ ഹദീസുകളെല്ലാം കൂടി നാം ഒന്ന് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ നാം ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങളുണ്ട്. വളരെ ചുരുക്കി അത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കണം. 5 കാര്യങ്ങൾ. അതിലൊന്ന്, ഇത് റമദാനിലേക്ക് ഒരുങ്ങാനുള്ള മാസമാണ് എന്നുള്ള ചിന്ത. അപ്പൊ പലപ്പോഴും റമദാൻ അടുത്തു വരുമ്പോൾ ഏതാണ്ട് 1 മാസമോ 2 മാസമോ ഒക്കെ അവശേഷിക്കുമ്പോൾ നമ്മളെല്ലാം ഒന്ന് വൃത്തിയാക്കി, പള്ളികളൊക്കെ ഒന്ന് ശുദ്ധിയാക്കി, കൂടുതൽ മെനയുള്ളതാക്കി മാറ്റി, വൈറ്റ് വാഷ് ചെയ്ത് പെയിന്റടിച്ച്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ബാഹ്യമായി നമ്മൾ ചെയ്യാറുണ്ട്. ഒരു ഒരുക്കമാണ്, ബാഹ്യമായ ഒരുക്കം. ആ ഒരുക്കത്തെ കുറിച്ചല്ല ഇവിടെ പരാമർശിക്കുന്നത്. ഞാനും നിങ്ങളും മാനസികമായി ഒരുങ്ങുക എന്നുള്ളതാണ്. ആ ഒരുക്കത്തിന്റെ നാളുകളാണ് എന്ന് ഹദീസുകളിൽ നിന്ന് കാണാൻ കഴിയുന്നു. അതുപോലെ രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചിട്ടുള്ള മാസമാണ്. റമദാനിലെ നോമ്പ് പിന്നെ പറയണ്ടല്ലോ, അതൊരു മാസത്തെ നോമ്പ് നിർബന്ധമാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മാസത്തിൽ മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് സുന്നത്ത് നോമ്പുകൾക്ക് പ്രാമുഖ്യം നൽകുകയും ഏറ്റവും കൂടുതൽ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്തതായിട്ട് കാണാം. മൂന്നാമതായി, നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് ഇത് എന്നാണ്. റമദാന് തൊട്ടു മുമ്പുള്ള മാസം നാം ചെയ്ത ഒരു വർഷക്കാലം നമ്മൾ ചെയ്ത നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ് എന്ന് അതിനെക്കുറിച്ച് പരാമർശമുണ്ട്. അതുപോലെ
മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മാസത്തെ കുറിച്ച് പറഞ്ഞത് ജനങ്ങൾ അശ്രദ്ധരാകുന്ന മാസമാണ് എന്നാണ്. ഇപ്പുറത്ത് റജബ്, അപ്പുറത്ത് റമദാൻ. അത് രണ്ടിന്റെയും ഇടയിൽ വരുന്ന ശഅബാൻ പലപ്പോഴും ശ്രദ്ധക്കുറവ് നിമിത്തം അതിന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ കഴിയാതെ പോകാറുള്ള മാസമാണ് എന്ന് പറയുന്നു. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ റമദാനിൽ നഷ്ടമായ നോമ്പ് എന്തെങ്കിലും നോറ്റ് വീട്ടാനുണ്ട് എങ്കിൽ റമദാൻ വരുന്നതിന് മുമ്പ് നോറ്റ് വീട്ടാൻ ശ്രമിക്കേണ്ട നാളുകളാണ് ശഅബാൻ മാസത്തിലെ നാളുകൾ. ഇങ്ങനെ 4-5 കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നുണ്ട്. 3 രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുക. ഒന്ന്, എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, യുർഫഉ ഇലൈഹി അമലുൽ ലൈലി ഖബ്ല അമലിൻ നഹാർ വ അമലുൻ നഹാരി ഖബ്ല അമലിൽ ലൈൽ. രാത്രിയുടെ കർമ്മങ്ങൾക്ക് മുമ്പ് പകൽ ചെയ്ത കർമ്മങ്ങളും പകൽ ചെയ്ത കർമ്മങ്ങൾക്ക് മുമ്പ് രാത്രിയിൽ ചെയ്ത കർമ്മങ്ങളും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നു എല്ലാ ദിവസവും. അപ്പൊ ആ ചെയ്യുന്നത് എന്തായിരിക്കണം എന്നുള്ളതാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്. ഏതായാലും അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടും. ആ ഉയർത്തപ്പെടുന്നത് അവന് കോപമുണ്ടാക്കുന്ന, അവന്റെ ശിക്ഷ വിളിച്ചു വരുത്തുന്ന കാര്യങ്ങളാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് നമ്മുടെ ബാധ്യത. ഇപ്പൊ എല്ലാ ദിവസവും ഉയർത്തപ്പെടുന്നു. അങ്ങനെ നാം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ആ ഉയർത്തപ്പെടുന്ന സന്ദർഭങ്ങളിൽ മലക്കുകൾ അതിന് സാക്ഷിയാകുന്നു എന്നുള്ളതാണ്. എല്ലാ ദിവസവും മലക്കുകൾ ഫജർ സമയത്തും അതുപോലെ തന്നെ അസറിന്റെ സമയത്തുമാണ് മലക്കുകൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് എന്ന് ഹദീസുകളിൽ നിന്ന് കാണാം. എങ്ങനെയാണ് കയറുന്നത്, എത്ര പേരാണ് കയറുന്നത്, എത്ര പേരാണ് ഇറങ്ങുന്നത്, അതൊന്നും ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. അത് ആലമുൽ ഗൈബിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അത് നടന്നിരിക്കും. ഒരു സംശയം നമുക്കാർക്കും വേണ്ട. അങ്ങനെ സംശയമില്ലാതെ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ വിശ്വാസികളാകുക തന്നെ. ഏതായിരുന്നാലും അതിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, രാവിലെ നിയോഗിക്കപ്പെടുന്ന പകൽ സമയത്ത് നിയോഗിക്കപ്പെടുന്ന മലക്കുകളും രാത്രി നിയോഗിക്കപ്പെടുന്ന മലക്കുകളും അങ്ങനെ കയറിപ്പോകുന്നത് ഫജറും അസറിന്റെയും വരുന്നതും കയറുന്നതും ഒക്കെ ഈ സമയങ്ങളിലാണ് എന്നാണ്. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലേക്ക് മലക്കുകൾ ചെല്ലുമ്പോൾ അള്ളാഹു ചോദിക്കും, അവൻ അറിയാം നമ്മൾ ഓരോരുത്തരും എന്താണ് ആ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമെന്ന് അള്ളാഹുവിന് അറിയാം. എന്നാലും സാക്ഷികളായിട്ട് മലക്കുകളെ നിർത്തുകയാണ് നമ്മൾ എന്താണ് ചെയ്തത് എന്ന്. അപ്പൊ മലക്കുകൾ പറയും, അള്ളാഹുവേ, ഞങ്ങൾ ഫജർ സമയത്ത് ചെല്ലുമ്പോഴും അവർ നമസ്കാരത്തിലാണ്, വൈകുന്നേരം അസർ സമയത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോഴും അവർ നമസ്കാരത്തിലാണ്. രാവിലെ ഇറങ്ങുന്നവർ പറയും, വൈകുന്നേരം ഇറങ്ങി വരുന്നവർ ഞങ്ങൾ ചെല്ലുമ്പോൾ അവർ അസർ നമസ്കാരത്തിലാണ്, ഞങ്ങൾ പോരുമ്പോൾ അവർ ഫജർ നമസ്കാരത്തിലാണ്. അപ്പൊ അസറും ഫജറും നമസ്കരിക്കാതെ അലസരായി നടക്കുന്നവരെ കുറിച്ച് എന്തായിരിക്കുമാവോ മലക്കുകളുടെ റിപ്പോർട്ടിംഗ് എന്നുള്ളത് ഗൗരവപൂർവ്വം പ്രിയമുള്ളവരെ നമ്മളൊന്ന് ചിന്തിക്കുക. ഇതാണ് എല്ലാ ദിവസവും നമ്മുടെ കർമ്മങ്ങൾ അവിടെ എത്തിക്കപ്പെടും എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട പരാമർശം. ഇനി രണ്ടാമതായി, എല്ലാ ആഴ്ചകളിലും നമ്മുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കയറി എത്തിക്കപ്പെടുന്നു. ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഒരു ഹദീസിൽ തന്നെ കാണാം, എല്ലാ ആഴ്ചയിലും, അവിടെ ജുമുഅ എന്ന് വെച്ചാൽ വെള്ളിയാഴ്ച എന്നുള്ള ഉദ്ദേശമല്ല, എല്ലാ ആഴ്ചയിലും മനുഷ്യരുടെ കർമ്മങ്ങൾ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്നു. എന്നിട്ട് പറയുകയാണ്, അത് ഏത് ദിവസമാണ്? യൗമൽ ഇസ്നൈനി വ യൗമൽ ഖമീസ്. എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും അള്ളാഹുവിന്റെ അടുക്കൽ അമലുകൾ സമർപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, തുഅറദുൽ അഅമാലു യൗമൽ ഇസ്നൈനി വൽ ഖമീസ് ഫഉഹിബ്ബു അൻ യുഅറദ അമലി വഅന സായിം. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ്, വ്യാഴാഴ്ച സുന്നത്ത് നോമ്പ് നിശ്ചയിക്കപ്പെട്ടതിന്റെ അർത്ഥം ഇതാണ്. പ്രവാചകൻ പറഞ്ഞു, അമലുകൾ തിങ്കളും വെള്ളിയും അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്നു. ഞാൻ എന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുക്കൽ സമർപ്പിക്കപ്പെടുന്നത് ഞാൻ നോമ്പുകാരനായിരിക്കെ ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. നോമ്പോടുകൂടി അമലുകൾ സമർപ്പിക്കപ്പെടുന്നു എന്നർത്ഥം.
അപ്പൊ ഇങ്ങനെ ഇപ്പം ദിവസവും ആഴ്ചയുമായി. ഇനി വർഷത്തിൽ സമർപ്പിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് ഷഅബാൻ മാസത്തിന്റെ പ്രയോഗം. അതും നമുക്ക് കാണാം. മഹാനായ ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, ലം അറക തസൂമു ശഹറൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ, അങ്ങ് ഈ ശഅബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അനുഷ്ഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അതെന്താണ് കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, ذلك شهر يغفل الناس عنه بين رجب وشعب ورمضان. റജബിന്റെയും റമളാന്റെയും ഇടയിൽ വരുന്ന മാസം എന്നുള്ള നിലയിൽ ജനങ്ങൾ അശ്രദ്ധരാകുന്ന ഒരു മാസമാകുന്നു ഇത്. അതുകൊണ്ട് കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കാൻ, അവനെ ഓർക്കാൻ, അവനുമായുള്ള ബന്ധം പുതുക്കാൻ, അത് ശക്തിപ്പെടുത്താൻ, അത് അരക്കിട്ടുറപ്പിക്കാൻ ആണ് ഈ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു പ്രവാചകൻ. മറ്റൊന്ന് പ്രവാചകൻ പറഞ്ഞത്, വഹുവ ശഅബാൻ മാസം ശഹ്റുൻ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് അമലുകൾ ഉയർത്തപ്പെടുന്ന മാസമാണ്. പ്രവാചകന്റെ വാക്കുകളാണിത്, കഥ പറയല്ല. അപ്പൊ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്ന മാസമാണ്. അതുകൊണ്ട് ഫഉഹിബ്ബു അൻ യുർഫഅ അമലി വഅന സായിം, ഞാൻ നോമ്പുകാരനായിരിക്കെ എന്റെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് ശഅബാനിൽ ഞാൻ കൂടുതൽ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ മാസത്തിൽ നോമ്പ് അനുഷ്ഠിക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും അനുഷ്ഠിക്കുന്നതായി ഞാൻ കണ്ടിട്ടില്ല. എത്രത്തോളം? വളരെ ചുരുങ്ങിയ ദിവസം ഒഴികെ മിക്ക ദിവസങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിലെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്ന് മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു. അപ്പൊ ഇത്രയേറെ ശ്രേഷ്ഠതകളുള്ള, വളരെ ഗൗരവത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ട, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5ഓളം കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മാസമായിട്ടാണ് ശഅബാൻ മാസം നിലകൊള്ളുന്നത്. അതിലാണ് ഞാനും നിങ്ങളും ഉള്ളത്. കഴിയുന്നിടത്തോളം ചെയ്യാവുന്ന സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അതിന്റെ പുണ്യം നേടിയെടുക്കാനുള്ള ശ്രമമാണ് നാം നടത്തേണ്ടത്. അതുകൊണ്ടാണ് പൂർവികന്മാരായ ആളുകൾ ഈ ശഅബാൻ മാസത്തെ വിശകലനം ചെയ്തുകൊണ്ട് വ്യക്തമായി ചില കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ല, അദ്ദേഹം ഈ ശഅബാൻ മാസത്തെ കുറിച്ച് പറഞ്ഞ ആദ്യത്തെ വാചകം തന്നെ ശഅബാൻ കൽ മുഖദ്ദിമത്തി റമളാൻ എന്നാണ്. എന്ന് പറഞ്ഞാൽ ശഅബാൻ മാസം റമളാന്റെ മുഖപുരയാണ്. അദ്ദേഹത്തിന്റെ പ്രയോഗം അതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഈ നാളുകളിൽ റമളാനിൽ നിശ്ചയിക്കപ്പെട്ടതുപോലെ നോമ്പും ഖുർആൻ പാരായണവും ഒക്കെ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു, പുണ്യകരമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ലിയഹ്സുലത്ത അഹ്ബുബു ലിതലഖി റമളാൻ, പരിശുദ്ധ റമളാനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിന് വേണ്ടി എന്നാണ് ഇബ്നു റജബ് റഹിമഹുല്ല ശഅബാനെ വിശദീകരിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പൊ ഇങ്ങനെ ഇതൊക്കെയാണ് ശഅബാന്റെ ശ്രേഷ്ഠത എന്ന് നാം തിരിച്ചറിയുമ്പോൾ, ഇനി ഇതിൽ അവസാനമായി പറഞ്ഞ ഒന്ന്, കഴിഞ്ഞ റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് ഉണ്ട് എങ്കിൽ അത് വീട്ടേണ്ട സമയമാണിത്. കാരണം അടുത്ത റമളാനായി. ഒരു റമളാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് നോറ്റ് വീട്ടേണ്ടത്, ഖളാ വീട്ടേണ്ടത് അടുത്ത റമളാൻ ആഗതമാകുന്നതിന് മുമ്പായിരിക്കണം. ഇൻ കേസ് ആരെങ്കിലും കഴിഞ്ഞ റമളാനിൽ വിട്ടുപോയി നോമ്പ് നോറ്റ് വീട്ടാമെന്ന് കരുതി, പക്ഷെ ഇത്രയും നാളായിട്ടും നോറ്റ് വീട്ടാൻ കഴിയാത്ത അവസ്ഥയാണ്. മനഃപൂർവ്വമാകരുത്. വീട്ടാൻ കഴിയാത്ത അവസ്ഥ, ആരോഗ്യപരമായോ മറ്റു നിലയിലോ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിമിത്തം വീട്ടാതുണ്ട് എങ്കിൽ എത്ര നോമ്പുണ്ടോ ആ വീട്ടാനുള്ളത് അത്രയും നോമ്പ് കണക്കാക്കി ഫിദിയ കൊടുത്ത് രക്ഷപ്പെടാൻ നോക്കുക. ഇല്ലെങ്കിൽ മറുപടി പറയേണ്ടി വരും പരലോകത്ത്. ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ നോറ്റ് വീട്ടുക, അല്ലെങ്കിൽ നിർവാഹമില്ലാത്ത അവസ്ഥയാണെങ്കിൽ അള്ളാഹുവിന് അറിയാമല്ലോ എനിക്ക് ആരോഗ്യമുണ്ടോ, നോമ്പ് നോറ്റ് വീട്ടാൻ കഴിയുമോ എന്നൊക്കെ റബ്ബിനറിയാം. റബ്ബിനെ മറച്ചുകൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആരോഗ്യമുണ്ടായിട്ട് നോറ്റ് വീട്ടാൻ കഴിവുണ്ടായിട്ട് അത് ചെയ്യാതെ ഫിദിയ കൊടുത്ത് കഴിച്ചിലാകാം എന്ന് വിചാരിക്കേണ്ട ഞാനും നിങ്ങളും. പടച്ചവനെ പറ്റിക്കാൻ കഴിയില്ല, പടപ്പുകളെ നമുക്ക് പറ്റിക്കാൻ കഴിയും. അപ്പൊ അത് ഓർമ്മയിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള
ദിവസങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. നാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള ദിവസങ്ങളാണ്. ഏറ്റവും ശ്രേഷ്ഠമായ റമദാനിലേക്കുള്ള കാൽവയ്പിന്റെ നാളുകളാണ് ഇതെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ശ്രേഷ്ഠതകൾ നേടിയെടുക്കാനുള്ള ശ്രമമാണ് നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത്. ഒപ്പം പരിശുദ്ധ പരിശുദ്ധ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഇത്രയേറെ ശ്രേഷ്ഠതകൾ വിശകലനം ചെയ്ത് വിശദീകരിച്ച് ഹദീസുകളിലും അതുപോലെ തന്നെ പൂർവികന്മാരായ സച്ചരിതരായ പണ്ഡിതന്മാരും ഒക്കെ അതിന്റെ ശ്രേഷ്ഠതയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന്റെ മൊത്തത്തിലുള്ള ശ്രേഷ്ഠതയിലേക്ക് കടന്നു പോകാതെ ശഅബാൻ 15 മാത്രം ഒരു ശ്രേഷ്ഠത കണ്ടുകൊണ്ട് അതിന് ബറാഅത്ത് എന്ന് പേരിട്ടുകൊണ്ട്, ബറാഅത്ത് രാവ് എന്ന് പേരിട്ടുകൊണ്ട് അന്ന് പ്രത്യേക നോമ്പ്, പ്രത്യേക നമസ്കാരം, പ്രത്യേക യാസീനോത്ത്, അങ്ങനെ പലതും വെച്ചുകൊണ്ട് ആ ഒരൊറ്റ ദിവസത്തെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്ന ശ്രമം അത് ശഅബാൻ മാസത്തോട് ചെയ്യുന്ന ഒരു നല്ല നിലപാടല്ല, കാഴ്ചപ്പാടല്ല എന്ന് നാം മനസ്സിലാക്കുക. അങ്ങനൊന്നില്ല. പരിശുദ്ധ ഈ ശഅബാൻ മാസവുമായി ബന്ധപ്പെട്ട് ഈ അതിന്റെ 15 കുറിച്ച് ശ്രേഷ്ഠതകൾ പറയുന്ന എന്തൊക്കെ ഹദീസുകളുണ്ടോ ആ ഹദീസുകൾ മുഴുവൻ എന്ന് തന്നെ പറയട്ടെ, ഒന്നുകിൽ നിർമ്മിതമാണ്, മൗദൂആണ്, അല്ലെങ്കിൽ ദഈഫ എന്ന് ഞാൻ പറയുന്നതല്ല. ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാർ വളരെ കൃത്യമായി അവലോകനം ചെയ്ത് പഠിച്ചതിന് ശേഷം പറയുന്നതാണ്. അപ്പൊ ആ ഒരു ദിവസത്തിന് മാത്രം ശ്രേഷ്ഠ നൽകിക്കൊണ്ട് ഈ ഒരു മാസം മുഴുവനും നേടിയെടുക്കേണ്ട നന്മകൾ ആ ഒരൊറ്റ ദിവസം കൊണ്ട് നേടിയെടുക്കാനുള്ള ചുളിവിലുള്ള പരിശ്രമം അത് പ്രോത്സാഹനജനകമല്ല എന്ന് ഈ സന്ദർഭത്തിൽ നാം ഓർക്കുക, മനസ്സിലാക്കുക. പല കാര്യങ്ങളുമുണ്ട്. ഇപ്പൊ റജബ് മാസവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ അന്ന് പറഞ്ഞ മഹാനായ ഇമാം നബവി റഹിമഹുള്ളയുടെ, ഇമാം നബവി ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഷാഫിഈ മദ്ഹബിലെ ഏറ്റവും ഉത്കൃഷ്ടനായ പണ്ഡിതനാണ്. അദ്ദേഹത്തെ കുറിച്ച് സാധാരണ ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ പറയൽ തന്നെ തർജീഹിന്റെ മുജ്തഹിദ് എന്ന് പറഞ്ഞാൽ ഒരു വിശേഷണം കൂടി അദ്ദേഹത്തിനുണ്ട്, ഇമാം ഷാഫി രണ്ടാമൻ എന്ന്. ഷാഫി രണ്ടാമൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത്ര ആധികാരികതയുള്ള പണ്ഡിതനാണ് ഇമാം നബവി റഹിമഹുള്ള. അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസവും നടത്തുന്ന പ്രത്യേക നമസ്കാരം, അതുപോലെ തന്നെ ശഅബാൻ 15 നിർവഹിക്കുന്ന 100 റക്അത്ത് പ്രത്യേക നമസ്കാരം, ഇതിനൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് ബിദ്അത്താനീന, എന്റെ വാക്കല്ലിട്ടോ, അത് ബിദ്അത്താണ് എന്നാ പറഞ്ഞത്. എന്നുവെച്ചാൽ നിർമ്മിതമായി വന്നിട്ടുള്ളതാണ് എന്നർത്ഥം. അത് ഇമാം നബവി അങ്ങനെ പറഞ്ഞ് പിഴച്ചുപോയി എങ്കിൽ ആ പിഴവിൽ നമ്മളൊക്കെ പെട്ടുപോകും. ഇമാം നബവി പിഴച്ചിട്ടില്ല. ഇമാം നബവി യാഥാർത്ഥ്യമാണ് ആ പറഞ്ഞത്. ആ യാഥാർത്ഥ്യമാണ് ശാഫിഈ മദ്ഹബ് ഉൾക്കൊള്ളുന്നവരെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കേണ്ട കാര്യം. അപ്പൊ അത് ഇതുമായി ഒന്ന് ചേർത്ത് പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലാണ് ഞാനും നിങ്ങളും അതിന്റെ ശ്രേഷ്ഠത നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇല്ലാത്ത കാര്യങ്ങൾ, നമുക്ക് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന സുന്നത്തുകൾ നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയാത്ത അത്രയുണ്ട്. അതൊന്നും നമ്മൾ ചെയ്യാറില്ല. എന്നാൽ റസൂലിന്റെ മാതൃകയില്ലാത്ത, നിർദ്ദേശമില്ലാത്ത, പിൻബലമില്ലാത്ത, സുന്നത്തിന്റെ പിൻബലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാനാണ് നമുക്കൊക്കെ ധൃതിയും തിരക്കും കടിപിടിയും ഒക്കെ അവിടെ വരുന്നത്. മറ്റേത് ഇഷ്ടംപോലെ കിടപ്പുണ്ട് ചെയ്യാൻ, അത് തിരിഞ്ഞും കൂടെ നോക്കൂല. അപ്പൊ അങ്ങനെയല്ല വേണ്ടത്. വിശ്വാസി എന്താകണം, എങ്ങനെയാകണം എന്ന് ആമുഖത്തിൽ ഞാൻ സൂചിപ്പിച്ചത് അതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുക, അമല് സാലിഹകൾ കുറ്റമറ്റ നിലയിൽ ചെയ്യുക, വിശ്വാസം കുറ്റമറ്റതാവുക. അങ്ങനെ പുണ്യങ്ങൾ ചെയ്ത് ഈ നാളുകളിൽ നേടിയെടുക്കാനുള്ളത് നേടിയെടുത്ത് ഈ ആസന്നമാകുന്ന ധന്യമായ റമദാനിലേക്ക് കടക്കാനും ആ റമദാനിൽ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി എല്ലാ അമലുകളും ചെയ്യാനും സർവശക്തനായ റബ്ബ് എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, തഖ്വല്ലാഹ ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു.
പരിശുദ്ധ ഖുർആൻ അത് പഠിക്കലും പഠിപ്പിക്കലും അത് ഗ്രഹിക്കലും അത് മനഃപ്പാഠമാക്കലും അത് ഓതുന്നത് കേൾക്കലും അതിന്റെ അർത്ഥം ഗ്രഹിക്കുന്നതും എന്ന് മാത്രമല്ല ഖുർആനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങൾക്കും പുണ്യമുണ്ട് എന്ന് കൃത്യമായി വിശ്വസിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഖുർആൻ ദിവസവും പാരായണം ചെയ്യുന്ന സ്വഭാവക്കാരായിരിക്കും നമ്മൾ. 10 ആയത്തെങ്കിൽ 10 ആയത്ത്. അതുപോലെ വിശുദ്ധ ഖുർആൻ എവിടെങ്കിലും വിശദീകരിക്കുന്ന സദസ്സുകൾ ഉണ്ടെങ്കിൽ, ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കാൻ താല്പര്യം കാണിക്കുന്നവരാണ് നമ്മിൽ പലരും. എന്തേ കാരണം? ആ ഖുർആനോടുള്ള നമ്മളുടെ പ്രതിബദ്ധതയാണ്. അതാണ് ഖുർആനും ഉമ്മത്തും തമ്മിലുള്ള ബന്ധം. ഒരിക്കലും വേർതിരിക്കാൻ പറ്റാത്ത ഇഴകളാണ് വിശുദ്ധ ഖുർആനും മനുഷ്യനും തമ്മിലുള്ള, വിശ്വാസികളും തമ്മിലുള്ളത് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ അത് മനഃപ്പാഠമാക്കുക സ്വയം കഴിയുന്നിടത്തോളം. അതിന് കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ മനഃപ്പാഠമാക്കാൻ കഴിയുന്നതിനുള്ള അവസരങ്ങൾ ഒരുക്കുക. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിലെമ്പാടും ഒരു വ്യത്യാസമില്ലാതെ വിഭാഗീയതകൾക്ക് അതീതമായി എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മളുടെ ഈ കോംപ്ലക്സിലും അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ 3 വർഷം മുമ്പ് നമ്മളൊരു ഹിഫ്ള് കോളേജ് സ്ഥാപിച്ചു. ആ ഹിഫ്ള് കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെയാണ് നിങ്ങൾ ഇവിടെ വെള്ളിയാഴ്ചകളിൽ നിങ്ങൾ കാണുന്നത്, വഖ്തുകൾ വരുമ്പോൾ നിങ്ങൾ കാണുന്നത്. 10-24 കുട്ടികളുണ്ട്. ആ കുട്ടികളിൽ കഴിഞ്ഞ 3 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും ഹൃദിസ്ഥമാക്കിയ ഒരു കുട്ടിയെ അവന്റെ ആ ഖുർആന്റെ ഹിഫ്ള് പൂർത്തിയാകുന്നത് പ്രഖ്യാപിക്കുന്ന ഒരു വേദി ഈ അടുത്ത വ്യാഴാഴ്ച മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഈ പള്ളിയിൽ ഇതുപോലെ നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. അവനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അവനോടൊപ്പം പഠിക്കുന്ന മറ്റു കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനും വേണ്ടിയാണത്. അള്ളാഹുവിന്റെ മലക്കുകളാൽ വലയം ചെയ്യപ്പെടുന്ന, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ ബർക്കത്ത് ചൊരിയുന്ന ഒരു ചടങ്ങ് മറ്റുള്ള ചടങ്ങുകളെ അപേക്ഷിച്ച് അതിലേക്ക് സൗകര്യപ്പെടുന്നവരെല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ സന്ദർഭത്തിൽ. അതൊരു വലിയ പ്രോത്സാഹനമാണ്. അതുപോലെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ സാന്ദർഭികമായി നമ്മളുടെ നാടുമായി ബന്ധപ്പെടുന്ന ഒരു കാര്യം പരാമർശിക്കാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. മറ്റൊന്നുമല്ലത്, സാധാരണയായി ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് അനധികൃതമായി കുടിയേറി ജീവിക്കുന്ന ആൾക്കാരെ അതാത് രാഷ്ട്രങ്ങൾ അവിടെ നിന്ന് തെരഞ്ഞു പിടിച്ച് അവരെ അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചയക്കുക എന്നുള്ളത് സർവ്വസാധാരണമായി നടക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോയി അവിടെ ഇവിടെയൊക്കെ മുങ്ങി ജീവിച്ച് അവസാനം നാട്ടിലേക്ക് പോരാനാകുമ്പോൾ പിടികൊടുക്കുമ്പോൾ പോലും വളരെ മാന്യമായിട്ട് അവരെ വിമാനം കയറ്റി നാടുകളിലേക്ക് അയക്കുമെങ്കിൽ കഴിഞ്ഞ ദിവസം വളരെ ദുഃഖകരമായ ഇന്ത്യയിൽ ജീവിക്കുന്ന ഓരോ ഇന്ത്യക്കാരനും അങ്ങേയറ്റം അപമാനം തോന്നുന്ന, ഇന്ത്യക്കാർക്ക് അപമാനം തോന്നുള്ളൂ, ആ ഇന്ത്യക്കാർക്ക് അപമാനം തോന്നുന്ന ഒരു പ്രവൃത്തി വല്ലാത്ത വിഷമം തോന്നി. കാരണം നമ്മുടെ ആരുമല്ലവരും, പക്ഷെ ഇന്ത്യൻ പൗരന്മാരാണ്. അവർ അമേരിക്കയിൽ കുടുങ്ങി പോയി അനധികൃതമായി ചെന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന രൂപം എങ്ങനെയാണ്? അറുക്കാൻ വേണ്ടി കാലികളെ ബന്ധിച്ച് വാഹനങ്ങളിൽ കൊണ്ടുപോകുന്ന ഞാനും നിങ്ങളും കാണാറില്ലേ? അതുപോലെ കയ്യും കാലും ബന്ധിച്ച് വിമാനത്തിനകത്തിട്ട് നരകയാതന അനുഭവിപ്പിച്ച് ഈ നാട്ടിൽ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് ഇവിടെ ഭരിക്കുന്ന ആളുകൾ അത് ന്യായീകരിക്കുന്നു. നഊദുബില്ല, സഹിക്കാൻ പറ്റുന്നു. എങ്ങനെ ന്യായീകരിക്കാൻ കഴിയുന്നത്? ആ നാട്ടിൽ നടപ്പാണ് എന്ന് പറഞ്ഞ്, എന്നാൽ മറ്റു പല നാടുകളിലേക്കും അതുപോലെ പോയിട്ട് അവർ ഉൾക്കൊണ്ടില്ലല്ലോ. അവർ പ്രതിഷേധിച്ചു. ഒരു പ്രതിഷേധ വാക്കെങ്കിലും ഇന്ത്യൻ പൗരന്മാരോട് കാണിച്ചത് ശരിയായില്ല എന്ന് പറയാൻ കഴിയാത്തത്ര അടിമത്തം അമേരിക്കയോട് കാണിക്കേണ്ട ഗതികേട് ഇന്ത്യ രാജ്യത്തിനുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ചു. അതുപോലെ തന്നെ വിഷമിപ്പിക്കുന്ന ഒരു രംഗമാണ് അമേരിക്കയിൽ പുതിയതായി അധികാരത്തിൽ വന്ന ആള് ഗസയോട് കാണിക്കുന്ന സമീപനങ്ങൾ. വിളിച്ചു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അത്ര വേഗമൊന്നും നടക്കുന്നതല്ല. എന്നിരുന്നാലും അത് പറയാൻ തോന്നുന്നുണ്ടല്ലോ. ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നൊടുക്കി, ഒരുപാട് പേരെ അഭയാർത്ഥികളാക്കി.
ഒരുപാട് പേരെ ബന്ധനത്തിലാക്കി, ഒരുപാട് പേരെ അനാഥകരാക്കി, വിധവകളാക്കി, എല്ലാം നശിപ്പിച്ചു. അവസാനം വെടിനിർത്തൽ കരാറുണ്ടായി. അതിന്റെ പേരിൽ സന്തോഷം കൊണ്ട് അവറ്റകൾ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോൾ ബാക്കിയുള്ളവർ കൂടി നാട് വിട്ടുപോയിക്കോ, അവിടെ ഞങ്ങൾ സുഖവാസ കേന്ദ്രമാക്കാൻ പോവുകയാണ് എന്ന് വിളിച്ചു പറയുന്ന അധാർഷ്ട്യതയുണ്ടല്ലോ. അതൊക്കെ കാണുന്ന ഒരുത്തനുണ്ട്, അവൻ കാണും, അതിന് പരിഹാരം അവൻ കാണുകയും ചെയ്യും. നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള എന്താ പറയുക, നമുക്ക് അതിനോട് പ്രതിരോധിക്കാനുള്ള അല്ലെങ്കിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ശരിയല്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി അകമഴിഞ്ഞ് പ്രാർത്ഥന ആ പീഡിത ജനങ്ങൾക്ക് വേണ്ടി ഇനിയും ഉണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ക്രൂരരായ ഭരണാധികാരികളിൽ നിന്ന് ഈ ലോകത്തിന് മോചനം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. മർദ്ദിതരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. പീഡിതർക്ക് അള്ളാഹു രക്ഷ പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഞാനും നിങ്ങളും സ്വാതന്ത്ര്യത്തിന്റെ വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ ഇതിന്റെ ഗൗരവം ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയാറില്ല. പക്ഷേ പ്രാർത്ഥിക്കണം നമുക്ക് അവർക്ക് വേണ്ടി. ആരുടെ പ്രാർത്ഥനയാണ് എത്തിപ്പെടുക എന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. അത് ശ്രദ്ധിക്കുക. പ്രാർത്ഥനയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഇന്നത്തെ ഈ മാസത്തെ കളക്ഷന്റെ ദിവസമാണെന്ന് നമ്മുടെ റിലീഫ് ഫണ്ടിലേക്കുള്ള കളക്ഷൻ കഴിവിന്റെ പരമാവധി എല്ലാവരും അതുമായി സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ അയൽവാസിയായ നമ്മുടെ പള്ളിയുടെ അയൽപക്കത്ത് നിന്ന് തന്നെ മരണപ്പെട്ടു പോയ സഹോദരി, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ അക്ബർ അലി എന്ന് പറയുന്ന നമ്മുടെ പള്ളിയിൽ സദാ എല്ലാ വഖത്തിനും ഉണ്ടാകാറുള്ള അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും അവരുടെ നന്മകളെല്ലാം അള്ളാഹു സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരുടെ മരണത്തോടു കൂടി ഉണ്ടായ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ അക്ബർ അലിക്കും കുടുംബത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല സഹനവും സംയമനവും സബറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ കഴിഞ്ഞ വെള്ളിയാഴ്ചയ്ക്ക് ശേഷം ഈ വെള്ളിയാഴ്ചക്കിടയിൽ മരണപ്പെട്ടു പോയ പലരുമുണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന പലരുമുണ്ട്. ഗുരുതരമായ രോഗങ്ങൾക്ക് വിധേയരായി ആശുപത്രിയിൽ കഴിച്ചു കൂട്ടുന്ന പലരും. അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങൾ അകറ്റി കൊടുക്കുമാറാകട്ടെ. രോഗങ്ങൾ ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഓപ്പറേഷന് വിധേയരാകുന്നവരുടെ അള്ളാഹു അവരുടെ ഓപ്പറേഷൻ വിജയപ്രദമാക്കി കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള ദുരിതങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും നാം ഏവരെയും എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.